ICU പീഡനക്കേസിൽ ആരോപണ വിധേയയായ ഡോക്ടർ KV പ്രീതിക്കെതിരായ പരാതിയിൽ തുടരന്വേഷണം നടത്താമെന്ന് ഉത്തരമേഖല IG-യുടെ ഉറപ്പ്. IG-യുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തും. പ്രതികരണത്തിൽ തൃപ്തിയുണ്ട് എന്ന് അതിജീവിത പ്രതികരിച്ചു. IG പുനരന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. IG-യുടെ മേൽനോട്ടത്തിൽ തന്നെ ലോക്കൽ പോലീസ് അല്ലാത്ത പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. KV പ്രീതിക്കെതിരെയുള്ള പരാതി അല്ല, അവർ നല്ല രീതിയിൽ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ തൃപ്തിയാണ്. ഇനി എന്തായാലും അന്വേഷണം ഏത് വഴിക്ക് പോകാൻ നോക്കാം. ഡോക്ടർ KV പ്രീതിക്കെതിരെയുള്ള പരാതിയിൽ ഒന്നുകൂടി അന്വേഷണം നടത്താമെന്നും അത് ഈ ജില്ലയിൽ തന്നെയുള്ള ലോക്കൽ പോലീസ് വകുപ്പിലല്ലാത്ത ഏതെങ്കിലും ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറെ വെക്കുകയും അതുപോലെ തന്നെ IG-യുടെ മേൽനോട്ടത്തിലും അതേപോലെ വനിതാ സെല്ലിലെ CI പോലുള്ള ആരെങ്കിലും ഉൾപ്പെടുത്തിയിട്ട് നല്ല ഒരു സംഘത്തെ നിയോഗിച്ച് തീർച്ചയായിട്ടും അതിജീവിതയുടെ ഡോക്ടർ KV പ്രീതിക്കെതിരെയുള്ള വിഷയം അന്വേഷിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ദീപക് മലയമ്മ നൽകും കൂടുതൽ വിവരങ്ങൾ. ദീപക് മലയമ്മ, ആവശ്യപ്പെട്ട രീതിയിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് കിട്ടിയതിൽ അതിജീവിതയ്ക്കും ഒപ്പം അവരുടെ ഒപ്പം നിന്നവർക്കും സംതൃപ്തിയാണെന്നാണ് ഇപ്പോൾ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത്. എങ്ങനെയായിരിക്കും ഇനിയുള്ള അന്വേഷണം? സുജയ, നേരത്തെ തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് കിട്ടുന്ന കാര്യത്തിൽ തന്നെ ഒരുപാട് കാലതാമസം ഉണ്ടായതാണ് ആദ്യഘട്ടത്തിൽ അതിജീവിതയെ പ്രത്യക്ഷ സമരത്തിലേക്ക് നയിച്ചത്. പിന്നീട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടക്കം ഇടപെടൽ വന്നതോടുകൂടി IG കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തത്. റിപ്പോർട്ട് പ്രകാരം അതിജീവിത ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും പോലീസ് തള്ളുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പുനരന്വേഷണം വേണമെന്നുള്ള ആവശ്യവുമായി അതിജീവിത IG-യെ കണ്ടത്. ഇനിയിപ്പോൾ IG അത്തരത്തിൽ പുനരന്വേഷണം നടത്താമെന്നുള്ള ഒരു ഉറപ്പ് അതിജീവിതയ്ക്കും കൂടെയുള്ള സമരസമിതി അംഗങ്ങൾക്കും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഒരു ACP-യുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും അത് അന്വേഷിക്കുക. അതിൽ വനിതാ സെല്ലിലെ ഒരു ഉദ്യോഗസ്ഥ കൂടി ഉണ്ടാകും. IG-യുടെ മേൽനോട്ടത്തിൽ തന്നെയായിരിക്കും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുക എന്നുള്ള ഉറപ്പാണ് അതിജീവിതയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ തൃപ്തിയുണ്ട് എന്നുള്ള പ്രതികരണമാണ് അതിജീവിത നടത്തിയിരിക്കുന്നത്. നേരത്തെ ഈ ICU പീഡന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴി രേഖപ്പെടുത്തിയ സംഭവത്തിൽ KV പ്രീത വലിയ തരത്തിലുള്ള കൃത്യവിലോപം നടത്തി എന്നുള്ളതായിരുന്നു അതിജീവിതയുടെ പരാതി. ആ പരാതി അന്നത്തെ മെഡിക്കൽ കോളേജ് ACP ആയിരുന്ന K സുദർശൻ അന്വേഷിക്കുകയും പിന്നീട് ആ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ന് അത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത ദിവസം തന്നെ കൂടുതൽ മൊഴി എടുക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പുതിയ അന്വേഷണ സംഘം കടക്കുമെന്ന്. ദീപക്, ഡോക്ടർ KV പ്രീതയ്ക്കെതിരായ അന്വേഷണം നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ അതിജീവിതയ്ക്ക് കിട്ടിയിരിക്കുന്ന ഉറപ്പ്.